ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതും ചിറാപുഞ്ചിയിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് ലാസ്റ്റ് കേവിൻ്റെ വീഡിയോ ആണ്. ഇതും ഒരു കേവിൻ്റെ വീഡിയോ ആണ്. ഇത് ഗാർഡൻസ് ഓഫ് കേവ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ കുറേ കേവ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വീഡിയോ അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇതെന്താണ് ഈ ഗുഹയുള്ള വീഡിയോ തന്നെ ഉണ്ടെന്ന് ചോദിച്ചിട്ടൊന്നും വിചാരിക്കരുത്. എന്ന് വെച്ചാൽ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ എക്സ്പ്ലോർ ചെയ്യണമല്ലോ, അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും നമ്മൾ കാണുന്നതൊക്കെ നിങ്ങളെയും കാണിക്കുകയാണ്. ഇതാണ് ആ ഗുഹയിലേക്ക് പോകാനുള്ള എൻട്രൻസ് ഏരിയ ആണിത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് പോകണം. ഒരാൾക്ക് 200 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കൊടുത്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കേവ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഗാർഡൻസ് ഓഫ് കേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിലുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചാണ് കടയാണ് ഈ സ്നാക്സ് അത് ഇതൊക്കെ. ഇത് ഞങ്ങൾ മറ്റേ 2 കേവ്സ് കണ്ടു കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നേക്കണം കേട്ടോ. ഇതാണ് മൂന്നാമത്തെ കേവ്സിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ കേട്ടോ. ഇതാണ് കണ്ടില്ലേ, എൻട്രൻസ് ഗേറ്റ് ഗാർഡൻസ് ഓഫ് കേവ്സ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോകണം ഉള്ളിലോട്ട്. അപ്പോൾ എൻ്റർ ആവണ സ്ഥലത്ത് തന്നെ ഒരു ചെറിയ ഫാൾസാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടുന്ന് കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴത്തോട്ട് പോയിട്ടൊക്കെ കുറേ നടക്കണം ഇവിടെ. അപ്പോൾ ഇവിടെ എൻട്രൻസിൽ തന്നെ ഉള്ളിലോട്ട് കയറുന്ന സ്ഥലത്ത് തന്നെ ഒരു ചെറിയൊരു കൗണ്ടർ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഇത് തന്നെ ഇവിടെ കണ്ട ഈ ബക്കറ്റിൽ വടികൾ വെച്ചിട്ടുണ്ട. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ നിന്ന് വടി എടുക്കാം, കുത്തിപ്പിടിച്ച് നടക്കാനായിട്ട്. അത് കാശൊന്നുമില്ല, ഫ്രീ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള വടികളാണ് വെച്ചേക്കണത്. ഈ ബാമ്പുവിൻ്റെ ചെറിയ ചെറിയ സ്റ്റിക്കുകളാണ്. ഇതിന് വേണ്ടിയിട്ട് ആൾക്കാർ എടുത്തിട്ട് ഇങ്ങനെ നടന്നു പോകാം. അത് ഫ്രീ ആണ് അവർ കൊടുക്കണം. ആവശ്യമുള്ളവർക്ക് എടുക്കുക, ആവശ്യമില്ലാത്തവർക്ക് അങ്ങനെ നടന്നു പോകാം. എന്താ വെച്ചാൽ കുറേ നടക്കാനുണ്ട് ഇതിൻ്റെ അകത്ത്. അത് കാരണമാണ് അത് അങ്ങനെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് പോണ ഓരോ വഴികളാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞൊന്നും ബോറടിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. ഇത് ഇത്ര തന്നെ ഉള്ളൂ. ഈ കേവ്സിൻ്റെ വീഡിയോകളാണ് ഇതൊക്കെ. പല ടൈപ്പിലുള്ള ഗുഹകളാണ്. അതിനാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ടെന്ന് പറഞ്ഞ അങ്ങനത്തെ സ്ഥലം. അതാണ് ഇപ്പോൾ ഓരോന്നോരോന്ന് കാണുക. അവിടെ ചെറിയ ചെറിയ ഫാൾസ്, അതാണ് ഇപ്പോൾ അവിടെ കണ്ടില്ല ഫാൾസ്. അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നടന്നു വന്ന് ഈ പാറയുടെ അടിയിൽ കൂടെ തലയിടിക്കാണ്ടൊക്കെ നടന്നു പോയി. ഇടിക്കണ ഇതൊന്നുമില്ല കേട്ടോ, നല്ല നമ്മളായിട്ട് ഹൈറ്റിലാണ് ആ പാറ ഇരിക്കണത്. അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ നടന്നു പോയി. കണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നുണ്ട് കുറച്ച്. മഴക്കാലത്ത് ഇവിടെ കാണാൻ നല്ല രസമായിരിക്കും. ചിലപ്പോൾ നിറയെ വെള്ളം ഒഴുകണം, ചെറിയ ചെറിയ ഫാൾസുകളൊക്കെ ഉണ്ടാവും. ഇത് താഴത്തേക്ക് ഇറങ്ങി ഇനി അടുത്ത സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയിട്ട് ഇനി പോകണം. അപ്പോൾ അങ്ങനെ പല ടെറേനാണ് ഇതിൻ്റെ അകത്ത്. ഇറക്കവും താഴ്ചയും അങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നടക്കണം. ഇത് കണ്ട ഒരു ചെറിയൊരു കുറച്ച് വെള്ളം അവിടെ കെട്ടി കിടക്കണം കേട്ടോ. ഇത് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ മരം, അതിൻ്റെ മുകളിൽ നിന്ന് ആ പാറയുടെ മുകളിൽ നിന്നൊരു മരം നിൽക്കണം. ഇവിടെ കുറച്ച് വെറ്റായിട്ടാണ് കിടക്കണം ഈ പാറക്കല്ല്. ചിലപ്പോൾ സ്ലിപ്പ് വഴുക്കൊന്നും വേണം. സ്ലിപ്പറി ഒന്നല്ലാന്ന് തോന്നുന്നുണ്ട്. സ്ലിപ്പ് അതങ്ങനെ വഴുക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ എത്തിച്ച് കൈ തൊട്ട് കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ തൊടാം. അപ്പോൾ പതുക്കെ സൂക്ഷിച്ച് നടക്കണമെന്ന് മാത്രം, അങ്ങനെ വഴുക്കണമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ഇറങ്ങി നോക്കിയതാണ്. ഇനി അടുത്ത് ഇങ്ങനെ പോകണം. ചെറിയ ചെറിയ കാടും മരങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. വഴിക്ക് നടക്കുമ്പോൾ എല്ലാം കാണാം. പക്ഷേ എല്ലാം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്ലൈമറ്റാണ് അവിടുത്തെ അടിപൊളിയായിരിക്കണത്. എന്താ വെച്ചാൽ നമുക്ക് എത്ര നടന്നാലും ക്ഷീണം തോന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനത്തെ ക്ലൈമറ്റാണ്. നല്ലൊരു തണുത്തൊരു കാലാവസ്ഥയാണ്. അത് കാരണം നമുക്ക് എത്ര നടന്നാലും എത്ര കയറി ഇറങ്ങിയാലും നമുക്ക് ടയേർഡാവില്ല നമ്മൾ. അതുകൊണ്ട് ആൾക്കാർക്ക് ഏജ് ചെയ്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ, നടന്നിട്ട്. പക്ഷെ നടക്കാനുണ്ട് കിലോമീറ്ററോളം. അതൊക്കെ നടന്ന് കാണേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയും കയറിയും സ്റ്റെപ്പുകൾ കയറിയും താഴത്തേക്ക് ഇറങ്ങിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ. അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ 2 ഗുഹകൾ കണ്ട കാരണം ഇനി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് എന്താണ് പറയുക, ചിറാപുഞ്ചിയിൽ ഗുഹകൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഗുഹകൾ നമ്മൾ കണ്ടത്. ഈ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അത് പല തരത്തിൽ പല വെറൈറ്റിയിലുള്ള ഗുഹകളാണ്. ഉണ്ടല്ലേ, ആൾക്കാരൊക്കെ കുറേ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇഷ്ടംമാതിരി ആൾക്കാരിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ കാണാനേ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയ കാരണം ആൾക്കാർ എല്ലായിടത്തും ഇങ്ങനെ സൗത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും വരുന്നവർ ഫോറിനേഴ്സൊക്കെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് എല്ലായിടത്തും സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അത് കാരണം
ഇതൊക്കെ കാണേണ്ട ഒരു സ്ഥലങ്ങളാണല്ലോ. ഇതൊന്നും എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. അത് ഓരോ ഏരിയയിലേക്ക് പോകാനുള്ള ബോർഡ് വെച്ചേക്കാണ് അവർ. ഓരോ സ്റ്റേജ്, ഇവിടുന്ന് രണ്ടാമത്തെ സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ് എന്നും പറഞ്ഞിട്ട് നമുക്ക് റൂട്ട് കാണിക്കാൻ വേണ്ടി വെച്ചാണ് ബോർഡുകളാണ് അതൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ പോകാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ആദ്യം കണ്ടത് പിന്നെ രണ്ടാമത് കണ്ടതെന്നൊക്കെ അറിയില്ല. ഫസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് അത് എവിടെയാണെങ്കിൽ ആ റൂട്ടിൽ കൂടെ പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞ് വന്ന് മൂന്നാമത്തെ ഏരിയ അതാണ് അങ്ങോട്ട് പോകണം. അങ്ങനെ ആ ബോർഡ് നോക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ടാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ ഉള്ളതെന്ന് അവരവിടെ ആ ബോർഡിൽ കാണിച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇത് സ്പോട്ട് 4 ഇപ്പോൾ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ അവിടെ ആ സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള ഏരിയകളെ പറ്റിയിട്ടുള്ള ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ബോർഡ് അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് ഓരോ ബോർഡുകൾ. ഇത് കുറച്ച് ഉള്ളിൽ കൂടെയൊക്കെ ഇറങ്ങി കയറി പോകേണ്ട സ്ഥലമാണ്. ഇവിടെയൊക്കെ നല്ല ഒരു ഈർപ്പുണ്ട് കേട്ടോ. ഈ വെള്ളം അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്, ഒറ്റ വീഴുന്നുണ്ട്, ലീക്കിങ് ആവുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്തൊക്കെ ചിലപ്പോൾ ഇഷ്ടംമാതിരി വെള്ളം അതിൻ്റെ അകത്തൊക്കെ വരുന്നോണം. പിന്നെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഉണ്ട്. നമുക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, അത്ര ഇരുട്ടൊന്നുമില്ല. ആൾക്കാരൊക്കെ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വടിയും കുത്തി പിടിച്ചൊക്കെ. ഞാൻ വടിയൊന്നും എടുത്തില്ല കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ നോർമലായിട്ട് നടന്നു പോയി. പക്ഷെ എന്നാലും കുറച്ച് നടന്ന് കഴിയാറാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി കേട്ടോ നമുക്ക്. എന്നുവെച്ചാൽ കുറേ സ്ഥലത്ത് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ തിരിച്ച് വേറെ സ്ഥലത്ത് കൂടെ കയറുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. എന്നാലും എല്ലാം ഞാൻ കണ്ടു, എക്സ്പ്ലോർ ചെയ്ത് എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടിട്ടാണ് വന്നുള്ളൂ കേട്ടോ. ഉണ്ടല്ലേ, ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ഏരിയയാണ്. ഇതിങ്ങനെ പോയി ഇവിടുന്ന് വേറെ സ്ഥലത്ത് പോയി അങ്ങനെ കുറേ കറങ്ങി തിരിഞ്ഞിങ്ങനെ നടക്കണം. ഏക്കർ കണക്കിന് സ്ഥലമാണ്. അപ്പോൾ ഒരു 2-3 മണിക്കൂർ അതിൻ്റെ അകത്ത് തന്നെ നടക്കേണ്ടി വന്നു. ഇതേപോലെ ഇവിടുന്ന് മുകളിൽ കയറണം. ഇത് ആൾക്കാർ വന്നിട്ടിരിക്കണം പിന്നിൽ. ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകണം. ഇതൊക്കെ കയറാൻ കുറച്ച് പടിക കുട്ടികൾ കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ കയറുമ്പോൾ കാലിൻ്റെ മുട്ടും കൈയൊക്കെ വേദനയെടുക്കും. അതാണ് ആ പടി കൊടുത്തതാണ്. ഇഷ്ടമുള്ളവർക്ക് എടുത്തുകൊണ്ട് വരാൻ കയറാമെന്നുണ്ട്. അതിന് കാശില്ലാത്ത തന്നെ ഫ്രീ ആണ്. അപ്പോൾ ഒരു പടി ഒരുമാതിരി കാലിനൊക്കെ വല്ല ബുദ്ധിമുട്ടുള്ളവർ, നടക്കാനും മുട്ടുവേദനയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവിടെ തന്നെ റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല. ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള ബോർഡ് വെച്ചേക്കാണ്. ഇതിപ്പോൾ ഈ ഏരിയയിലേക്ക് പോണ്, ഇത് വേറെ റൂട്ടാണ്. അങ്ങനെ കറങ്ങി തിരിഞ്ഞതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം കണ്ട സ്ഥലം പിന്നെ കാണാൻ പോവില്ല. അതിനാണ് അവർ ആ റൂട്ട് മാപ്പ് വെച്ചേക്കണത്, ഇന്ന സ്ഥലത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ 8ാമത്തെ സ്ഥലമായിട്ടാണ്. ഇത് അവിടെ നോക്കും, മുകളിൽ നിന്ന് കുറച്ച് വെള്ളം വീണിട്ട് അത് നല്ല അടിപൊളി സ്റ്റൈലായിരുന്നു. ഇത് കുറച്ചേ വെള്ളം വരുന്നുള്ളൂ, അധികം അങ്ങനെ വലുതായിട്ടൊന്നും വീണില്ല വെള്ളം. നല്ല കുറച്ച് അളവിൽ അത് കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതേ താഴത്തു നിന്ന് വേറെ മുകളിലേക്ക് കയറി വരികയാണ്, വേറെ സ്ഥലത്ത് കൂടിയൊക്കെ ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ടെറേനാണ് ഇതിൻ്റെ അകത്ത്. വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ഒന്ന് കാണണമല്ലോ, എല്ലാ സ്ഥലങ്ങളും ഒന്ന് കയറി ഇറങ്ങി നടന്ന് എല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അത് കാരണം ഒന്നും വിടാണ്ട് കയറി ഇറങ്ങിയൊക്കെ നടന്ന് നമ്മളെല്ലാം കണ്ടിട്ടാണ് വന്നത് പുറത്തോട്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഗുഹയുടെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ. ഇനി ഗുഹയുടെ വീഡിയോ ഇല്ല, ഇതാണ് ലാസ്റ്റ് 3ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഗുഹകളെ പറ്റിയിട്ട്. ഉണ്ടല്ലോ, ഇത് കുറച്ച് താഴത്താണ് ആൾക്കാരൊക്കെ നിൽക്കണം. ഇനി അങ്ങോട്ട് ഇറങ്ങണം നമ്മൾ. ആൾക്കാരവിടെ നിന്ന് ഭയങ്കര ഫോട്ടോഷൂട്ട് അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് തന്നെയാണ് പരിപാടി, റീൽസ് ഇടലും അത് ഇതൊക്കെ. കാരണം എവിടെ പോയാലും ഫോട്ടോയും വീഡിയോയുടെ പരിപാടിയാണ്. ഇവിടെയും ചെറുതായിട്ട് ഇത്തിരി വെള്ളം വീഴുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്നിട്ട് ഭയങ്കര ഫോട്ടോഷൂട്ടും ഒക്കെ നടക്കുന്നുണ്ട് അവിടെ. ഇതൊക്കെ ഒരു കാണാനൊരു രസമായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നത് മഴ സീസണിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും ഇവിടെയൊക്കെ വെള്ളം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, കുറേ ചെറിയ ചെറിയ അരുവികൾ പോലെ ചെറിയ ചെറിയ വെള്ളമൊഴുക്കുകൾ, ഫാൾസ്. അത് അധികമൊന്നുമില്ല, കുറച്ച് ദിവസമായിട്ടാണ്. എന്നിട്ട് ആ വെള്ളം താഴത്തൂടെ വന്ന് കിടക്കുകയാണ്. അതിങ്ങനെ മുകളിൽ നിന്ന് ഒഴുകി വരികയാണ് പല ഇതായിട്ട്. കണ്ടില്ലേ, ചെറിയ ചെറിയ നീർക്കുറവുകൾ. ഇത് 10ാമത്തെ സ്ഥലം എത്തി. ഇനിയിപ്പോൾ കൂടുതലൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കേട്ടോ. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുഹയുടെ വീഡിയോ കഴിഞ്ഞു. ഞാതിനെപ്പറ്റി പേടിക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് നോർത്ത് ഈസ്റ്റ് ഒരു ട്രിപ്പ് അടിക്കാൻ നോക്കിട്ടാ. കാണാൻ പറ്റിയ സ്ഥലമാണ്, ബഡ്ജറ്റ് ട്രിപ്പാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും അറിയാൻ പറ്റും. അതാണ് പിന്നെയും പറയണത്. നമ്മൾ കണ്ട പോലെ നിങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ടാണ് പറയണത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ അത്ര വലിയ ബഡ്ജറ്റൊന്നും വേണ്ട ഇതിന്, അതാണ് പറയണത്. ഇതൊരു
ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും വന്ന് ഇതേപോലെ കണ്ട് നമ്മളെപ്പോലെ കണ്ട് ഇതൊക്കെ ഒന്ന് നേരിട്ട് വന്ന് കാണുന്നതിൻ്റെ ഒരു ഇത് വേറെയാണല്ലോ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ അത് ഇതാവുമെന്ന് എനിക്കറിയില്ല. അതാണ് നിങ്ങൾക്കപ്പോൾ നേരിട്ട് വന്നു കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എല്ലാ ഫീലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ എല്ലാം കാണേണ്ട സ്ഥലങ്ങളാണ്. എക്കോ ഫ്രണ്ട്ലിയാണ്. ഒരു പൊല്യൂഷനും ഇല്ല, ഒന്നുമില്ല. നല്ല ശുദ്ധമായി ശ്വസിക്കാം, നല്ല ഫുഡ്, കണ്ണിന് കുളിർമയുള്ള നല്ല നല്ല കാഴ്ചകൾ കാണാം. അപ്പോൾ അതാണ് ഞാൻ ഇത്രയൊക്കെ പറയണത്. പിന്നെ ഇത് നോക്കി, ഈ പാറയുടെ ഉള്ളിൽ നിന്ന് വെള്ളം അങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതൊരു ഇത് വെച്ച് കൊടുത്തേക്കണം, അത് ആൾക്കാർ കുടിക്കാൻ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്, ഇത് കുടിക്കുന്ന വെള്ളമാണ്. ഞങ്ങൾ കുടിച്ച് നോക്കി. ഇത് കണ്ടോ, ബാമ്പൂൻ്റെ ഗ്ലാസ്സാണ് ഉണ്ടാക്കി വെച്ചാണ് വിൽക്കാനായിട്ട്. ഒരെണ്ണത്തിന് 100 രൂപയാണെന്ന് പറയണത്. അപ്പോൾ അത് വേണ്ടവർക്ക് അത് മേടിക്കാം. അതിൽ ചായ ഇതൊക്കെ ഉണ്ടാക്കി അവിടെ കുടിച്ചിട്ടിരിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരവിടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളട്ടെ ഈ വീഡിയോ. ഇതിവിടെ നിർത്താണ്. അപ്പോൾ മറക്കാണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ.